ക്ഷേമ പെൻഷൻ തിരിമറി. കേരള ജനത ഞെട്ടി. യഥാർത്ഥ പെൻഷൻകാർ ഭീതിയിൽ. കേരള സംസ്ഥാനത്ത് ഇതുവരെ സംഭവിക്കാത്ത തിരിമറിയാണ് നടന്നിട്ടുള്ളത്. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗസ്റ്റഡ് ഓഫീസർമാർ തൊട്ട് BMW കാർ വെച്ച കോടീശ്വരന്മാർ വരെ മേരിക്കുട്ടിയെപ്പോലുള്ള പാവങ്ങൾ പിച്ചച്ചട്ടിയെടുത്ത് നാട് നീളെ തെണ്ടുമ്പോൾ ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് പുറമെ പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റി സന്തോഷിക്കുകയാണ് എന്ന് അർഹതപ്പെട്ട പെൻഷൻകാർ കുടിശ്ശിക കാത്ത് കഴിയുകയുമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനങ്ങളിലും ഈ ശോചനീയ അവസ്ഥ പെൻഷൻകാർക്ക് അനുഭവപ്പെടേണ്ടി വന്നിട്ടില്ല. കൃത്യമായി സർക്കാർ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ ഒരു വിഭാഗം പേർ കൈക്കൂലിക്ക് പുറകെ പോകുന്നത് പോരാതെയാണ് ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റുന്നതെന്ന ആരോപണങ്ങളാണ് പരക്കെ ഉയരുന്നത്. പലിശയടക്കം അടിച്ചു മാറ്റിയ പണം തിരിച്ചു പിടിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റി അവർക്കെതിരെ കർശന നടപടി വേണമെന്ന് വിവിധ നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് ശക്തമായ സംഘടനയുള്ളതുകൊണ്ട് ഒരു ചുക്കും നടക്കില്ലെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. CPM നേതാവ് BJPയിൽ ചേർന്നു. ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ CPM നേതാവ് ബിപിൻ സി ബാബു BJPയിലേക്ക് പോയി. CPM ഏരിയ കമ്മിറ്റി അംഗം ആയിരിക്കെയാണ് ബിപിൻ ബാബു CPM വിട്ട് BJPയിലേക്ക് ചേക്കേറിയത്. ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ഇടയിൽ മറ്റും മനംനൊന്താണ് ബിപിൻ ബാബു മറുകണ്ഠം ചാടിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. SFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും ആലപ്പുഴയിൽ നിന്നും കൊല്ലത്ത് നിന്നും കൂടുതൽ CPM പ്രവർത്തകരും BJPയിലേക്ക് വരുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ വൻ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ബ്രാഞ്ച് ഏരിയ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൊഴിഞ്ഞുപോക്ക്. കൊല്ലത്തും പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം പേർ സേവ് CPM എന്ന പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രതികരിച്ചത്. ഏരിയ സമ്മേളനം വീട്ടിനടുത്ത് 1 കിലോമീറ്റർ അകലെ പരിധിക്കുള്ളിൽ നടന്നിട്ടും സീനിയർ നേതാവായ G. സുധാകരനെ ക്ഷണിക്കാത്തത് പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പാലക്കാട് തിരഞ്ഞെടുപ്പിന് കോൺഗ്രസിൽ നിന്ന് സരിൻ CPMൽ വന്നപ്പോൾ ആലപ്പുഴയിൽ നിന്നും മറ്റൊരു നേതാവ് BJPയിലേക്ക് പോയി. CPMൽ ഇരുന്ന് BJPയെ സഹായിക്കുന്നതിന് പകരം BJPയിൽ തന്നെ പോകുന്നതാണ് ഉചിതമെന്ന് CPM നേതാക്കൾ അഭിപ്രായപ്പെട്ടതായും പറയുന്നു. വിഭാഗീയത രൂക്ഷമാവുന്നു. കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. കരുനാഗപ്പള്ളി സമ്മേളനത്തിൽ ഉണ്ടായത് തെറ്റായ പ്രവണതയെന്നും നിലവിലെ കമ്മിറ്റിക്ക് പാർട്ടിയെ നന്നാക്കാനാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയെ പ്രയാസപ്പെടുത്തിയ ഇത്തരം നിലപാട് പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ല. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല. ഈ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും ഒരു അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ലീഗ് സമസ്ത തർക്കം. സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നറിയുന്നു. പകരം കുഞ്ഞാലിക്കുട്ടി. സമസ്ത ലീഗ് തർക്കം. സലാമിന് സ്ഥാനചലനം ഉണ്ടാകും. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ ലീഗിൽ തുടങ്ങി. ഇതിൻ്റെ ഭാഗമായാണ് സമസ്തയുമായി സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് വിലയിരുത്തൽ ഉണ്ടായത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാമിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കേണ്ടി വരും. തർക്കം രൂക്ഷമാക്കിയത് പലപ്പോഴും സലാമാണെന്ന് വിലയിരുത്തലിലാണ് എത്തിയിരിക്കുന്നത്. നേതൃത്വത്തിൽ മതിയായ അഴിച്ചുപണി നടത്താൻ ലീഗ് തയ്യാറായത്. സമസ്തയുമായി മികച്ച ബന്ധം പുലർത്തുന്ന ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് പാർട്ടി തീരുമാനം. ചെന്നൈയിൽ ചുഴലിക്കാറ്റ്. മഴ ശക്തമാകുന്നു. വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് രൂപപ്പെട്ട നഫെങ്കൽ ചുഴലിക്കാറ്റ് ചെന്നൈയിൽ
അതിശക്തമായ മഴ തുടരുകയാണ്. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലും പുതുച്ചേരിയിലും ശക്തമായ മഴ കാരണം നഗരങ്ങളിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിമാനത്താവളങ്ങളിൽ വ്യോമഗതാഗതം അടക്കം തടസ്സപ്പെട്ടു. പുതുച്ചേരിയിൽ ഉടനീളം മണ്ണിടിച്ചിൽ ഉണ്ടായതായും വാർത്തകൾ വരുന്നു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ലാത്തി വീശി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി പുനരധിവാസം വൈകുന്നതിനാൽ സർക്കാരിനെതിരെ നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കലക്ടറേറ്റിലെ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്തു കയറാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് സംഘർഷമുണ്ടായത്. 3 തവണ പോലീസ് ലാത്തി വീശി. പ്രധാന ഗേറ്റ് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് സംഘർഷമുണ്ടായത്. ബാരിക്കേഡ് ഇല്ലാത്ത മറ്റൊരു വഴിയിൽ പ്രവർത്തകർ അകത്തു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതാണ് സംഘർഷത്തിന് വഴിവെച്ചതെന്നാണ് പറയുന്നത്.